അപ്പോൾ നമ്മുടെ ഷർഫിയ ഉൾപ്പെടെയുള്ള ജിദ്ദയുടെ പ്രധാന ഭാഗത്തു നിന്നും വരുന്ന ആളുകൾ നമ്മുടെ ഹലാ ജിദ്ദയുടെ വേദിയായ ദി ട്രാക്കിലേക്ക് എത്താൻ ഉപയോഗിക്കുക മദീന റോഡായിരിക്കും. അപ്പം മദീന റോഡ് വഴി വരുന്നവര് നമ്മൾ വരുന്ന വഴിയിലാണ് നമ്മുടെ ജിദ്ദ ഡോം ഉള്ളത്. ഡോം കഴിഞ്ഞതിന് ശേഷം എത്തുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് റിഹേലിക്കരികിലാണ് നമ്മുടെ ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പം മദീന റോഡിൽ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് റിഹേലിയിലെ പെട്രോൾ പമ്പ് ഉണ്ട്. അൽദ്രീസിന്റെ 2 പെട്രോൾ പമ്പുകൾ കാണാം. ഈ 2 പെട്രോൾ പമ്പും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലതുവശത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റ് നമുക്ക് എടുക്കേണ്ടത്. ആ എക്സിറ്റ് എന്ന് പറയുന്നത് ആ എക്സിറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് ഇടതുവശത്തേക്ക് റോഡ് നോക്കിക്കഴിഞ്ഞാൽ റോഡിന്റെ മറുകരയിൽ പച്ച കുബ്ബയുള്ള ഒരു പള്ളി കാണാം. ആ പള്ളിക്കരികിലൂടെയാണ് നമ്മൾ പാർക്കിങ്ങിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പം ഗൂഗിൾ മാപ്പിൽ കാണിക്കുക നമ്മൾ വലതുവശത്തേക്ക് ഈ എക്സിറ്റ് എടുത്തതിന് ശേഷം വലതുവശത്തേക്ക് പോയി യു ടേൺ എടുത്ത് വീണ്ടും താഴേക്ക് പോയി വീണ്ടും യു ടേൺ എടുത്തിട്ടുള്ള ഒരു വഴിയായിരിക്കും കാണിക്കുക. അത് ഒരുപാട് സമയവും ബ്ലോക്കിനും റോഡിൽ കുടുങ്ങാനൊക്കെ കാരണമാകും. അപ്പം എല്ലാവരും ചെയ്യേണ്ടത് വരുന്നവരെല്ലാം തന്നെ ഈ പള്ളി കാണുന്ന ഭാഗത്തുള്ള റിഹേലി കഴിഞ്ഞ ഉടനെയുള്ള മുകളിലേക്കുള്ള എക്സിറ്റ് എടുക്കുക. ആ എക്സിറ്റ് എടുത്ത ഉടനെ എക്സിറ്റ് മുകളിലേക്ക് എത്തുന്ന ഭാഗത്ത് യു ടേൺ എടുക്കുക. പാലത്തിന് മുകളിൽ നിന്ന് യു ടേൺ എടുത്തിട്ട് വീണ്ടും ആ പള്ളിക്കരികിലേക്ക് തന്നെ എത്തുക. അവിടെ നമ്മുടെ വളണ്ടിയർമാർ കാത്തു നിൽക്കുന്നുണ്ടാവും. ആ വളണ്ടിയർമാർ നിങ്ങൾക്ക് പാർക്കിങ്ങിലേക്ക് പോകുവാനുള്ള സംവിധാനം അവിടെ സജ്ജീകരിച്ച് തരും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഷർഫിയ ഭാഗത്ത് നിന്നൊക്കെ വരുന്നവർ നേരെ മദീന റോഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ ജിദ്ദ ഡോം ഉണ്ടാവും. ഡോം കഴിഞ്ഞ് നമ്മൾ റിഹേലിയിലേക്ക് എത്തും. റിഹേലിയിൽ അൽദ്രീസ് പമ്പാണ് നമ്മുടെ പിറകിൽ കാണുന്നത്. അവിടെ നേരെ വന്നിട്ട് ഫസ്റ്റ് എക്സിറ്റ് കയറാം. എക്സിറ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് ഇടത്തെ സൈഡിൽ പള്ളി കാണാം. എക്സിറ്റ് കഴിഞ്ഞ് നേരെ മുകളിലേക്ക് പോയിട്ട് വലത്തോട്ട് പോകരുത്. വലത്തോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരക്കിലേക്കാവും പോവുക. വീണ്ടും അവിടുന്ന് യൂട്ടേൺ അടിച്ച് ഏതാണ്ട് 2 കിലോമീറ്ററോളം കറങ്ങി വീണ്ടും യൂട്ടേൺ അടിച്ച് 2 കിലോമീറ്റർ കറങ്ങി മാത്രമേ വെന്യൂലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ നമ്മൾ എന്താ വെച്ചാൽ റിഹേലി കഴിഞ്ഞ ഉടനെയുള്ള റോഡിലൂടെ നേരെ യൂട്ടേൺ എടുക്കുക. യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുക ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഈ വലിയ പള്ളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പള്ളിയുടെ സൈഡിലൂടെ നമുക്ക് പിറകിലേക്ക് പാർക്കിങ്ങിലേക്ക് വണ്ടികൾ സുഗമമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടുന്ന് ഷട്ടിൽ ബസ് സർവീസ് നമുക്ക് സ്ഥിരമായിട്ട് അവിടെ നിന്നും പിന്നെ വെന്യൂവിലേക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഏത് ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്താലും സുഖമായിട്ട് വെന്യൂവിലേക്ക് എത്താൻ കഴിയും. അതേപോലെ തന്നെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ഇടയ്ക്ക് ഇറങ്ങുന്ന സമയത്തും എല്ലാം അതേപോലെ തന്നെ പാർക്കിംഗ് ഭാഗത്തേക്ക് ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. വെന്യൂയുടെ തൊട്ട് പിറകിൽ തന്നെയാണ് നമ്മുടെ പാർക്കിംഗ് സംവിധാനം ഉള്ളതെങ്കിൽ പോലും ചെറുതായിട്ട് നടന്നിട്ട് വേണം എൻട്രിയിലേക്ക് എത്താൻ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷട്ടിൽ ബസ് സംവിധാനം കൂടിയിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും പരിപാടിക്ക് എത്തുന്നവർ വളരെ നേരത്തെ എത്തുക. ജുമാ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടേക്ക് പുറപ്പെടുക. അങ്ങനെയെങ്കിൽ വളരെ സുഗമമായി പാർക്ക് ചെയ്ത് നമുക്ക് അകത്തേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിൽ ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ആ വരുന്നവരുടെ എൻട്രിയിൽ തന്നെ വലിയൊരു ക്യൂ നമുക്ക് അനുഭവപ്പെടും. ഇവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങാൻ എത്തുന്നവരുണ്ടാകും. അവരുടെ കൂടി തിരക്കാകുമ്പോൾ വലിയ ക്യൂ അവിടെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ നേരത്തെ എത്തുകയാണെങ്കിൽ അത് സുഗമമായിട്ട് അകത്തേക്ക് കയറുവാനും എല്ലാ പരിപാടികളിലും ഒരേ സമയം നമുക്ക് പങ്കെടുക്കുവാനും സാധിക്കും.